1.5 ലക്ഷം ആളുകൾക്ക് വീട് കിട്ടാനുണ്ട് ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയവരിൽ ഇനിയും എന്ന് സർക്കാർ പറയുമ്പോൾ ആ ഭവന പദ്ധതി ഇതുവരെ കിട്ടാത്ത വീടില്ലാത്ത മനുഷ്യർ ഈ 64,000-ൽ പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ അവരിപ്പോഴും അതിദരിദ്രരായി നിൽക്കുകയാണ്. കാരണം ഈ 64,000 പേർക്ക് വീട് കൊടുത്തു, ഷെൽട്ടർ കൊടുത്തു എന്നാണ് സർക്കാർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ അന്നയോജന പദ്ധതി പ്രകാരം അരി കിട്ടുന്ന ആളുകൾ അവര് ഈ 64,000-ൽ പെടുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഇപ്പോ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൽ കേരളം ഇപ്പോഴും എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പരിപാടിയിൽ സത്യസന്ധമാം വിധം വിജയകരമായ അന്തരീക്ഷത്തിലേക്ക് കടന്നിട്ടില്ല എന്നും ഇപ്പോഴും കേരളം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും അനുദിന സാധാരണമാം വിധമുള്ള കൊടിയ പ്രയാസങ്ങളുടെയും നടുവിലാണ് എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അതിനെ ചേർത്ത് നിർത്താൻ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്കെന്താണ്? 2 കാര്യങ്ങൾ ഇപ്പൊ അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചു. ഞാൻ നേരിട്ടുള്ള മറുപടിയിലേക്ക് വരികയാണ്. മറ്റു രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. സമയമുണ്ടെങ്കിൽ എനിക്ക് അനുവദിച്ചാൽ ഞാൻ അവസാനം പറഞ്ഞുകൊള്ളാം. അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒന്ന്, AAY കാർഡ് പ്രകാരം നമ്മുടെ നാട്ടിൽ 5 ലക്ഷത്തിലധികം വരുന്ന AAY കാർഡിന്റെ ഗുണഭോക്താക്കളുണ്ട്. അപ്പോൾ അവർ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിലല്ലേ കിടക്കുന്നത്? അതിൽ നിന്നാണോ നിങ്ങൾ ഈ പറയുന്ന 64,007 പേർ അല്ലെങ്കിൽ 1,03,099 പേർ അടങ്ങുന്ന ആളുകളെ 64,007 കുടുംബങ്ങളെ കണ്ടെത്തിയത്? അതിൽ നിന്നാണോ? ആങ്കറിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പെട്ടെന്ന് പറയാം. ഈ ചർച്ച മനസ്സിലാക്കി കാര്യങ്ങളെ വിശകലനം ചെയ്ത് വിജയിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന മാതൃഭൂമിയുടെ ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകരോട് പറയാം, AAY കാർഡിന്റെ മാനദണ്ഡം എന്താ? നമ്മുടെ നാട്ടിൽ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളം സ്വീകരിച്ച കാര്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിംഗ്സ് അഥവാ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡം എന്താ? എയുടെ ആദ്യത്തെ 3 മാനദണ്ഡം പറയാം. എന്താണ് ആ മാനദണ്ഡം? അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം നിങ്ങൾ ഇതിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം. കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം വരുമാനം ഉണ്ടായിരിക്കരുത്. അയാൾക്ക് വരുമാന നികുതി അടയ്ക്കാവുന്ന, അതായത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയായിരിക്കരുത്. ഒന്ന്. രണ്ടാമത്തേത്, AAY ഉപഭോക്താവിന്റെ വീട്ടിൽ 4 ചക്ര വാഹനം പാടില്ല. 3, കല്ലോ ചുടുകട്ടയോ കൊണ്ട് നിർമ്മിച്ച ഭവനം 3 മുറിയിൽ കൂടരുത്. ഇതൊക്കെയാണ് AAYയുടെ മാനദണ്ഡം. ഇതാണോ ആങ്കർ പറ? 3 മുറിയിൽ കൂടാതെയുള്ള വീട്ടുകാരെ തെരഞ്ഞെടുത്തിട്ടാണോ നമ്മൾ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയത്? അതോ നമ്മുടെ നാട്ടിൽ 4 വീലർ ഇല്ലാത്ത, ഞാനും അങ്ങനെയൊക്കെ പലപ്പോഴും സഞ്ചരിക്കാൻ ഉപയോഗിക്കാറുള്ള കാർ ഇല്ലാത്ത മനുഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ടാണോ നമ്മൾ ഈ പറയുന്ന എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്? IT റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളെ തപ്പിപ്പിടിച്ചിട്ടാണോ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയത്? ഈ AAY അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ 5 ലക്ഷം ദരിദ്രരുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ 5 ലക്ഷം ദരിദ്രരെ മോചിപ്പിച്ചോ എന്ന് കരഞ്ഞ് വിലപിക്കുന്ന പരിമിത വിഭവന്മാർ, കേരളീയ വിരുദ്ധ ദുഷ്ടചിന്തയുള്ളവർ, നിങ്ങൾ മനസ്സിലാക്കണം, AAY കാർഡിന്റെ ഇന്ത്യയെമ്പാടുമുള്ള മാനദണ്ഡം യൂണിയൻ ഗവൺമെന്റ് അംഗീകരിച്ചത് ഞാൻ ഈ സൂചിപ്പിച്ചതാണ്. ഇതിന്റെ തുടർച്ചയിൽ പല മാനദണ്ഡങ്ങളുമുണ്ട്. എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷന്റെ ഏറ്റവും സുന്ദരമായ മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. 2210 കുടുംബങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു. എന്തേ കോൺഗ്രസ് പ്രതിനിധി നിങ്ങളുടെ ചെവിയിൽ അത് കയറുന്നില്ലേ? നിങ്ങൾ എന്തേ ചോദിക്കാഞ്ഞത്? AAY കാർഡിന്റെ ഭാഗമായിട്ട് ഇവരുടെയൊക്കെ വീട്ടില് അരിയും ഗോതമ്പും കിട്ടുന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് പാചകം ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്? എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവേ, ഞാനും അങ്ങയും ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ഗ്രാമനഗരാന്തരങ്ങളിൽ നമ്മുടെ കാഴ്ചകൾക്കപ്പുറം അരിയായിട്ടും പലവ്യഞ്ജനമായിട്ടും ഗോതമ്പായിട്ടും കൊടുത്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ന്യൂനപക്ഷം മനുഷ്യരുണ്ട്. ആ ന്യൂനപക്ഷം മനുഷ്യരെ കണ്ടെത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് 4 വർഷം കൊണ്ട് ഈ വിപുലമായ എന്നാൽ സൂക്ഷ്മതയോടുകൂടെയുള്ള ഈ പദ്ധതി ആവിഷ്കരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ തന്നെ ഏകാംഗ കുടുംബങ്ങൾക്ക് നിരന്തരം മരുന്ന് വേണ്ടത് എത്രയാണ്? 14,868 സിംഗിൾ ഹ്യൂമൻ ഫാമിലീസ്. അവർ കിടതളവില്ലാതെ റെഗുലർ മെഡിസിൻ കൊടുക്കണം. എന്റെയും അങ്ങയുടെയും കണക്കിൽ ഇവരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 21,263 പേർക്ക് രേഖകൾ കൊടുത്തു. കാരണം എന്താണ്? അതിൽ ആങ്കർ സൂചിപ്പിച്ചതുപോലെ റേഷൻ കാർഡ് മാത്രമല്ല, റേഷൻ കാർഡ് ഇല്ലാത്തവർ, മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ഇല്ലാത്തവർ, നമ്മുടെ നാട്ടിൽ മറ്റ് ആധികാരിക രേഖകൾ. ഇതിൽ ഒരു മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചത് പാർപ്പിടമില്ലാത്തവരാണ്. അഡ്വക്കേറ്റ് അബിൻ വർഗീസ് ചോദിക്കുന്നു, 1.5 ലക്ഷം പേർക്ക് ഇനിയും ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുക്കാനുണ്ട് എന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ഈ 1.5 ലക്ഷം പേർ അതിദരിദ്രരുടെ പട്ടികയിൽ പെടില്ലേ എന്നുള്ളത് നോക്കൂ. സർക്കാരിന് ഇഷ്ടമുള്ളതുപോലെയോ സർക്കാരിന്റെ വിവേചനാധികാര പ്രകാരമോ ഉത്തമ ബോധ്യപ്രകാരമോ ഉത്തമ വിശ്വാസം കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇതിനു മുമ്പ്, ആ പ്രകാരമോ ഒക്കെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ശരി, പക്ഷേ അത് പ്രതിപക്ഷത്തെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ ജനങ്ങളെയോ നിയമസഭാ രേഖകളിലൂടെയോ അല്ലാതെയോ വാർത്താ സമ്മേളനങ്ങളിലൂടെയോ ബോധ്യപ്പെടുത്തണമെന്നുള്ളതാണ്.
പാർപ്പിടം ഒരു മാനദണ്ഡമായിരിക്കെ 1.5 ലക്ഷം പേർക്ക് വീട് കൊടുക്കാനുണ്ടെന്ന് സർക്കാർ പറഞ്ഞിരിക്കെ അവർ അതിദരിദ്രരാണോ അല്ലയോ എന്നതാണ് ചോദ്യം. ഓക്കെ, തീർച്ചയായിട്ടും അതിലേക്ക് വരാം. AAY കാർഡിനെയും അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള 5 ലക്ഷം ദരിദ്രരെയും സംബന്ധിച്ചുള്ള ആ സമീകരണത്തിലെ കള്ളി വിളിച്ചത്തായല്ലോ. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിച്ചല്ലോ. ഇനി ലൈഫ് മിഷന്റെ പദ്ധതിക്കകത്ത് 1 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളുടെ വീട് നിർമ്മാണ ഘട്ടത്തിലോ അല്ലെങ്കിൽ വീട് പൂർണ്ണമായി ലഭിക്കാനോ ഉള്ള കാത്തിരിപ്പിലാണ് അവർ എന്ന് പറയുന്നു. ഇരിക്കട്ടെ, ഞാൻ അതിന്റെയും വിശദാംശത്തിലേക്ക് വരാം. പക്ഷേ അതിന് തൊട്ടുമുമ്പ് ഒറ്റ ചോദ്യം ആങ്കർ ആവർത്തിച്ച് ചോദിച്ചല്ലോ. 2021 ഈ പൈലറ്റ് പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിക്കുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിംഗ്സ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഗുണഭോക്താക്കളായി കണ്ടെത്തിയ 64,007 കുടുംബങ്ങളെയും അതിലെ 1,03,099 ആളുകളെയും സംബന്ധിച്ചുള്ള കണക്ക് വെളിയിൽ വിടുന്നു. ഒരൊറ്റ ചോദ്യം, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് വെദർ യു ഹാഡ് അട്ടേർഡ് എ സിംഗിൾ വേർഡ്, നിയമസഭയിൽ ഏതെങ്കിലും ഒരു ചോദ്യം കാർഡിനെ സംബന്ധിച്ച് ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കൾ എത്ര പേർക്ക് വീട് കിട്ടാനുണ്ട്, കാർഡിന്റെ ഗുണഭോക്താക്കൾ എത്ര പേരുണ്ടെന്നുള്ളതല്ല. സർക്കാർ പ്രഖ്യാപിച്ച നിങ്ങൾ പൊറാട്ട് നാടകമെന്നോ നിങ്ങൾ കള്ളപ്രചാരമെന്നോ പറഞ്ഞിട്ടുള്ള തട്ടിപ്പെന്നോ പറഞ്ഞിട്ടുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ സംബന്ധിച്ച് 2021, 22, 23, 24 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. നിയമസഭയിൽ ടേബിൾ ചെയ്യുന്ന എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് ഒരു വാക്കൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആങ്കർ ആവർത്തിച്ച് ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾ റേഷൻ കാർഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ശേഷവും ഒക്കെ ഇത് ചോദിക്കാം. ജയ്ക്ക് ഒരൊറ്റ വരിയിൽ മറുപടി പറയണം പ്ലീസ്. അങ്ങനെ അധിക സമയം എടുത്തത് അല്ലല്ല. ഈ 1.5 ലക്ഷം വീടുകൾ കിട്ടിയവർ ദരിദ്രരാണോ അതിദരിദ്രരാണോ കിട്ടാനുള്ളവർ? അവർ ഈ 64,000 പെടുന്നവരാണോ? തീർച്ചയായിട്ടും ആണ്. അതിലേക്ക് വരാം. പറയുന്നുള്ളൂ ഈ കണക്ക് അല്ല, ഇതൊരു എസ്വർണ ക്വസ്റ്റ്യൻ ആയിട്ട് മറുപടി പറയാൻ ഞാൻ 3 പ്രാവശ്യം ചോദിച്ചു ജയ്ക്ക്, അപ്പോഴൊന്നും അങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ വിശദമായി തന്നെ പറഞ്ഞല്ലോ. 2 കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ കോൺഗ്രസ് BJP പ്രതിനിധികൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്ന് AAY കാർഡ്, ഞാൻ മറുപടി പറഞ്ഞല്ലോ. 2 ലൈഫ് മിഷൻ, അതിലേക്ക് പറഞ്ഞു വന്നപ്പോ കോൺഗ്രസ് പ്രതിനിധി ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു. നേരെ ലൈഫ് മിഷന്റെ കണക്കിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിന്റെ അടിസ്ഥാന മാനകം എന്താണ്? ഈ 5 ലക്ഷം അതിദരിദ്രർ നമ്മുടെ നാട്ടിൽ AAY കാർഡിന്റെ ഗുണഭോക്താക്കളായി ഉണ്ട് എന്ന് പറയുമ്പോഴും 2022-23 നീതി ആയോഗിന്റെ അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ജയിക്ക് തന്നെ പറഞ്ഞതല്ലേ? ഞാൻ ലൈഫ് മിഷൻ വീടിന്റെ കാര്യമാണ് ജയിക്കിനോട് പറഞ്ഞത്. AAY കാർഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, സംശയാതീതമായി പറഞ്ഞു കഴിഞ്ഞു. ജയിക്ക് അവകാശവാദം ഉന്നയിക്കുന്നു, അതിൽ വസ്തുത പ്രശ്നമുണ്ട്, അങ്ങനെ അല്ല എന്ന് അഭിനം പറയുന്നുണ്ട്. ഞാൻ ലൈഫിന്റെ കാര്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് വീണ്ടും കാർഡിന്റെ കാര്യം പറയുകയാണ്. എന്നിട്ട് ഞാനത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇത് എസ്വർണ ക്വസ്റ്റ്യൻ അല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ കാർഡിന്റെ കാര്യം അല്ലല്ലോ പറഞ്ഞു വന്നത്. നീതി ആയോഗിന്റെ 2022 റിപ്പോർട്ടിൽ കേരളത്തിൽ 1,72,800 ആളുകളാണ് ദരിദ്രാവസ്ഥയിലുള്ളത്. ആ 1,72,800 ആളുകളിൽ നിന്ന് 64,007 കുടുംബങ്ങളെയും 1,03,099 ആളുകളെയും കണ്ടെത്തി. അതാണ് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ലൈഫിന്റെ മാനദണ്ഡം എന്താണ്? ലൈഫിന്റെ മാനദണ്ഡം കൂട്ടുകുടുംബമായി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? അവർക്ക് വേണമെങ്കിൽ വീടുണ്ടാകാം. ആ വീട്ടിൽ സഹോദരന്മാരും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാകാം. അതിലെ മക്കൾക്ക് ലൈഫിന്റെ വീട് അർഹതയില്ലേ? അർഹതയുണ്ട്. പക്ഷെ അവർക്ക് വീടില്ല, അതുകൊണ്ട് അവർ അതിദരിദ്രരാണ്. ആ പട്ടിക എടുത്തു വെച്ച് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ ലൈഫ് പദ്ധതി പ്രകാരം 1.5 ലക്ഷം വീടുകൾ കൊടുക്കാനുള്ളവർ അതിദരിദ്രരുടെ പട്ടികയിൽ പെടുന്നവരല്ല എന്ന് സർക്കാർ വിചാരിക്കുന്നു എന്നെടുക്കുകയാണ്.